ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു സിവിൽ ടിപ്സ് PSC. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കും ആ ഒരു ജൂൺ 30 എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കും. കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ ആ ഒരു 11 തീയതിക്കുള്ളിൽ തന്നെ കറക്റ്റായിട്ട് കൺഫർമേഷൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ജൂൺ 30 ഒരു 9 എക്സാമുകളാണ് അന്ന് PSC നടത്തുന്നതിൽ. 9 നോട്ടിഫിക്കേഷൻസിൻ്റെ എക്സാംസ് ഒറ്റ എക്സാമായിട്ടാണ് നടക്കുന്നതെന്നാണ് ഇതുവരെയുള്ള PSCയുടെ നമ്മുടെ ആ ഒരു പ്രൊഫൈൽ PSCയുടെ സൈറ്റിലൊക്കെ നമുക്കറിയാൻ കഴിയുന്നതും. അപ്പോൾ ആ ഒരു എക്സാമുകളാണ് ഏതൊക്കെയെന്നാണ് ഇവിടെ പറയുന്നത്. 456/2025 ഉണ്ട്, അതുപോലെ 461/2025, ദെൻ 462/2025, ദെൻ 724/2025, ദെൻ അടുത്ത് വരുന്നത് 230/2025, 455/2025, 638/2025, 725/2025, ദെൻ 002/2026. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു SC/ST വേണ്ടി മാത്രമുള്ള എക്സാമുകളുണ്ട്, അതുപോലെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടുള്ള എക്സാംസ് ഉണ്ട്. ദെൻ അടുത്ത് നമുക്ക് കോമൺ ആയിട്ടുള്ള ബാക്കി എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എക്സാംസും ഉണ്ട്. ഓക്കെ, അപ്പം പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, അതുപോലുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലുള്ള ഓവർസിയർ ഫസ്റ്റ് ഗ്രേഡിൻ്റെ എക്സാം ആണ് ഈ ഒരു ജൂൺ 30 നടക്കുന്നത്. കൺഫർമേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു, 11/4/2026. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു എക്സാമിൻ്റെ സിലബസാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ സിലബസ് കണ്ടവരാണെങ്കിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ആക്ച്വലി നമ്മൾ സാധാരണ ഫസ്റ്റ് ഗ്രേഡ് എക്സാമുകളെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് ഡിഫറൻ്റായിട്ട് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു സിലബസാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഇതിന് മാറ്റം വരാം, ഇല്ലെങ്കിൽ ഈ ഒരു സിലബസ് തന്നെ ആയിരിക്കും. അത് നമുക്ക് PSCയുടെ സൈറ്റിൽ തന്നെ നമുക്കത് അപ്ഡേറ്റ് കിട്ടുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ വീഡിയോയിലൂടെ വീണ്ടും അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വെയിറ്റേജിൻ്റെ എത്ര മാർക്കിനാണ് ഓരോ സബ്ജക്റ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ആദ്യം വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ നിന്ന് 15 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു നിലവിൽ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസ് പ്രകാരമുള്ള ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ 15 മാർക്ക്, അതുപോലെ കൺസ്ട്രക്ഷൻ ടെക്നോളജിയിൽ 15 മാർക്ക്, ദെൻ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്. ഓക്കെ, ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്, അതായത് ഗ്രാഫിക്സ്, അതിൽ 10 മാർക്കിനാണ് വരുന്നത്. ദെൻ RCC ആൻഡ് സ്റ്റീൽ സ്ട്രക്ചർ, അതിൽ 10 മാർക്ക്. ദെൻ റോഡ്, റെയിൽവേ, ബ്രിഡ്ജ് ആൻഡ് ടണൽ, ആ ഒരു ട്രാൻസ്പോർട്ടേഷനിൽ നിന്ന് നമുക്ക് 10 മാർക്കിന് വരാം. ദെൻ ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ നിന്ന് 10 മാർക്കിന് വരാം. ദെൻ സർവേ ആൻഡ് ലെവലിംഗിൽ നിന്നും 10 മാർക്കിന് വരാം. ദെൻ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഉണ്ട്, എഞ്ചിനീയറിംഗ് മെക്കാനിക്സും 10 മാർക്കിന് വരാം. ദെൻ അടുത്ത് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് 5 മാർക്ക്, അതുപോലെ തന്നെ എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, ഈ 2 സബ്ജക്റ്റും 5 മാർക്കിന് വീതമാണ് ഇപ്പോൾ PSC പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിലബസ് പ്രകാരം വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാ എക്സാമുകളിലും ഉള്ളതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രേഡിൻ്റെ എല്ലാ എക്സാമുകളിലും ഉള്ളതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിനും കൺസ്ട്രക്ഷനും 15 മാർക്കിനാണ്. അത് രണ്ടും കൂടെ തന്നെ ഏകദേശം 30 മാർക്കിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് ഞാൻ ലാസ്റ്റ് പറയാം. നമുക്കിപ്പോൾ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു സിലബസ് നമുക്ക് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസിൽ PSC ഇവിടെ ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു കാറ്റഗറി നമ്പറെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ പറയുന്നുണ്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൽ. ഓക്കെ, ബിൽഡിംഗ് മെറ്റീരിയൽസിൽ 15 മാർക്കാണ്. അതിൽ നമുക്ക് സാധാരണ ബേസിക് ആയിട്ടുള്ള ടോപ്പിക്സ്, സാധാരണയുള്ള സിലബസിലുള്ള ടോപ്പിക്സ് എല്ലാം തന്നെ ഉണ്ട്. റോക്ക്, സ്റ്റോണ്, ബ്രിക്ക്, ലൈം, സിമൻറ്റ്, അതുപോലെ തന്നെ പൊസലോണിക് മെറ്റീരിയൽസ്, ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ ടൈപ്സ്, യൂസ് ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ ക്ലേ പ്രോഡക്റ്റ്, മോർട്ടാർ, കോൺക്രീറ്റ്, ടിമ്പർ, അതിൻ്റെ സ്ട്രക്ചർ, ഡിഫക്റ്റ്, ക്ലാസിഫിക്കേഷൻ, സീസണിങ്, അതിൻ്റെ യൂസസ്, അതൊക്കെ ആ ഒരു ഡീറ്റെയിൽഡ് സിലബസിൽ പറയുന്നുണ്ട്. ദെൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പെയിൻറ്റ്, വാർണിഷ്, മെറ്റൽ, പ്ലാസ്റ്റിക്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, യൂസ്, അതെല്ലാം ആ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽസിലെല്ലാം തന്നെ അതിൽ വരുന്നുണ്ട്. നമുക്കത് 15 മാർക്കിനാണ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. ഓക്കെ, ദെൻ അടുത്തതാണ് കൺസ്ട്രക്ഷൻ ടെക്നോളജി. ഓക്കെ, കൺസ്ട്രക്ഷൻ ടെക്നോളജിയിലോട്ട് വന്നു കഴിഞ്ഞാൽ 15 മാർക്കിനാണ് അതിലും വരുന്നത്. അതിൽ കമ്പോണൻസ് ഓഫ് ബിൽഡിംഗ്, സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, അതിൽ തന്നെ ഹോളോ ബ്ലോക്ക്, കോമ്പോസിറ്റ് മേസൺറി, അതിൻ്റെ എലമെൻറ്റ്സ്, ക്ലാസിഫിക്കേഷൻ,
അതിൻ്റെ ആ ഒരു ടൈപ്സ് ഓഫ് ബോണ്ട്, ആ ഒരു ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട്, ആ ഒരു കാര്യങ്ങൾ അതൊക്കെ എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ദെൻ അതുപോലെ ആർച്ച്, അതിൻ്റെ ടെക്നിക്കൽ ടൈംസ്, ദെൻ സെൻറ്ററിങ്, ലിൻഡൽ, ബ്രിക്ക്, ആ ഒരു ലിൻഡലിൻ്റെ ടൈപ്പ്, വുഡൺ ലിൻഡൽ, ബ്രിക്ക് ലിൻഡൽ, സ്റ്റോൺ, സ്റ്റീൽ, RCC, ആ ടൈപ്സ് ലിൻഡലെല്ലാം വരുന്നുണ്ട്. അതുപോലെ ഫൗണ്ടേഷനിൽ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് ഓഫ് ഷാലോ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ, ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ, വെൽ ഫൗണ്ടേഷൻ, സ്പെഷ്യൽ ഫൗണ്ടേഷൻ, പൈൽ ഫൗണ്ടേഷൻ, ദെൻ ബ്ലാക്ക് കോട്ടൺ സോയിലിന് വേണ്ടിയിട്ടുള്ളത് അതൊക്കെ പറയുന്നുണ്ട്. ദെൻ പെർമനൻറ്റ് ആൻഡ് ടെമ്പററി സ്ട്രക്ചർ, ലൈഫ് ഓഫ് സ്ട്രക്ചർ, അതിലുള്ള കാര്യങ്ങൾ, ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ കാർപ്പൻട്രി, ജോയിൻറ്റ്സ്, ഡോർസ് ആൻഡ് വിൻഡോസ്, ഫ്ലോറ്, റൂഫ് കവറിങ് എല്ലാം. അപ്പോൾ ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലുമുള്ള ഏകദേശം എല്ലാ ടോപ്പിക്കും അതിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ നമുക്ക് 15 മാർക്കിനാണ് ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് വെയിറ്റേജിന് വരുന്നത്. ഓക്കെ, ദെൻ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്. ബിൽഡിംഗ് ഡ്രോയിങ് ആൻഡ് പ്ലാനിങ്ങിൽ 10 മാർക്കിനാണ് വരുന്നത്. ഓക്കെ, അതിൽ ലേ ഔട്ട് ഓഫ് ഡ്രോയിങ്, ലയൻസ്, ലെറ്ററിങ്, ഡയമെൻഷൻ, ഗ്രാഫിക്സിന് കോമൺ ആയിട്ടുള്ള. ഇപ്പം ഈ ഒരു ഇപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്ത് പഠിച്ചാലും നിങ്ങൾ IS കോഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെച്ചിരിക്കുക. അപ്പം നമ്മുടെ ഗ്രാഫിക്സിനെ സംബന്ധിച്ചിടത്തോളം കുറേ അധികം IS കോഡുകളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇയർ കൂടെ നിങ്ങൾ നോക്കി വെച്ച് പഠിക്കാൻ ശ്രമിക്കുക. കാരണം ഇയർ മാറ്റി ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന എക്സാമുകളൊക്കെ ഇയർ മാറ്റി ചോദിച്ച് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന തരത്തിലോട്ട് പോകും. ഓക്കെ, സോ നിങ്ങൾ ഇയർ ഉൾപ്പെടെ കറക്റ്റായിട്ട് IS കോഡുകൾ പഠിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ആ ഒരു IS കോഡുകൾ, അതുപോലെ തന്നെ കീ പ്ലാനിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, ബിൽഡിംഗ് ബൈലാസിനെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം ഗ്രാഫിക്സിൽ ഉൾപ്പെടുന്ന എല്ലാ ടോപ്പിക്കും അതിലുണ്ട്. 10 മാർക്കിനാണ് നമുക്കതിലും വെയിറ്റേജ് വരുന്നത്. ദെൻ അടുത്തത് RCC സ്റ്റീൽ സ്ട്രക്ചറാണ്. അതിലും 10 മാർക്കിനാണ് വരുന്നത്. RCC മെറ്റീരിയൽസ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, ക്യാരക്ടറിസ്റ്റിക്സ്, മെത്തേഡ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ്, സ്ലംബ് ടെസ്റ്റ്, അതുപോലെ ഫോം വർക്ക്, സ്റ്റീൽ ബിഹേവിയർ ആൻഡ് ടെസ്റ്റ്, ബാർ ബെൻഡിങ് ഡീറ്റെയിൽസ് ആസ് പെർ IS കോഡും. ദെൻ RCC സ്ട്രക്ചറിൽ കോളം, ബീം, സ്ലാബ്, 1 വേ സ്ലാബും 2 വേ സ്ലാബും പറയുന്നുണ്ട്. ദെൻ ഇന്നോവേറ്റീവ് കൺസ്ട്രക്ഷൻ, റീട്രെയിനിങ് വാള്, RCC ഫ്രെയിംഡ് സ്ട്രക്ചർ, സേഫ്റ്റി അഗെയിൻസ്റ്റ് എർത്ത് വേക്കും. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നുണ്ട്. ദെൻ സ്റ്റീൽ സ്ട്രക്ചറിൽ കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻ, സ്ട്രക്ചറൽ, അതിൻ്റെ ഫാസ്റ്റനേഴ്സ്, ജോയിൻറ്റ്, ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ, ക്ലാസിഫിക്കേഷൻ, ഫാബ്രിക്കേഷൻ, കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ആ ഒരു ടോപ്പിക്കിലും വരുന്നുണ്ട്. ഇനി ഈ ഒരു PSCയിൽ ഇപ്പോൾ ഈ ഒരു സിലബസ്, ഇതിൻ്റെ PDF ലിങ്ക് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാൻ. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. ഓക്കെ, ദെൻ അടുത്തതാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗിൽ 5 മാർക്കാണ് വരുന്നത്. അവിടെ ടേംസ് യൂസ് ഇൻ പബ്ലിക് ഹെൽത്ത് ആൻഡ് എഞ്ചിനീയറിംഗ്, PHEയിൽ വരുന്ന ടേംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ അതുപോലെ സിസ്റ്റം ഓഫ് സാനിറ്റേഷൻ, സിസ്റ്റം ഓഫ് ഹൗസ് ഡ്രെയിനേജ്, സിസ്റ്റം ഓഫ് ഹൗസ് പ്ലംബിംഗ്, ദെൻ സാനിറ്ററി ഫിറ്റിങ്സ്, മെയിൻ ഹോൾ ആൻഡ് സെപ്റ്റിക് ടാങ്ക്, എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് അതിൽ. അതുപോലെ തന്നെ ദെൻ അടുത്ത് വരുന്നത് റോഡ്, റെയിൽവേ, ബ്രിഡ്ജ് ആൻഡ് ടണൽസിൽ നിന്ന് ട്രാൻസ്പോർട്ടേഷൻ സബ്ജക്റ്റിൽ നിന്ന് 10 മാർക്കിനാണ് വരുന്നത്. അതിലും എല്ലാ കാര്യങ്ങളും, ബ്രിഡ്ജ്, ടണൽ, റെയിൽവേയിലുള്ള എല്ലാ കാര്യങ്ങളും, പെർമനൻറ്റ് വേ, റെയിൽ ഗേജ്, എല്ലാ ഫങ്ഷൻസ്, എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തി വരുന്നുണ്ട്. ദെൻ അടുത്തത് ഇറിഗേഷൻ എഞ്ചിനീയറിംഗിലും 10 മാർക്കിനാണ് വരുന്നത്. അതിൽ ഹൈഡ്രോളജി, ഡ്യൂട്ടി, ഡെൽറ്റ, ഡ്യൂട്ടിയൊക്കെ റിപ്പീറ്റഡ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അത് പല ടൈപ്പിൽ മാറി ചോദിച്ച് കാണാറുണ്ട്. സോ അതൊക്കെ അതിൻ്റെ അതർ നെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പഠിക്കുക. ദെൻ അതിൻ്റെ ക്രോപ്സിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ദെൻ കനാൽസ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, കനാൽ സ്ട്രക്ചർ, അതെല്ലാം വരുന്നുണ്ട്. പിന്നെ അടുത്ത് എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൽ നിന്ന് 5 മാർക്കിനാണ് വരുന്നത്. കോമൺ ടെക്നിക്സ് എസ്റ്റിമേഷൻ, ചെറിയ ടെക്നിക്കൽ ടൈംസ് ഒക്കെ വരുന്നുണ്ട്. ദെൻ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, നെസസിറ്റി, ഇമ്പോർട്ടൻസ്, അതുപോലെ അപ്രോക്സിമേറ്റ് ആൻഡ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്, ആ ഒരു എസ്റ്റിമേറ്റിൻ്റെ ഒക്കെ ടൈപ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഷെഡ്യൂൾ ഓഫ് റേറ്റ്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്തത് സർവേയിങ് ആൻഡ് ലെവലിങ്ങിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. സർവേയിൽ നമുക്ക് ഇൻസ്ട്രുമെൻ്റ് എംപ്ലോയിഡ്, അതുപോലെ തന്നെ കോമൺ ടൈംസ്, സർവേയിലുള്ള കോമൺ ടൈംസ്, ദെൻ ക്ലാസിഫിക്കേഷൻ, പ്ലെയിൻ ആൻഡ് ജിയോഡറ്റിക് സർവേ, പ്ലെയിൻ സർവേയും ജിയോഡറ്റിക് സർവേയുടെ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ദെൻ ചെയിനിങ്, പ്ലെയിൻ ടേബിൾ സർവേ, കോമ്പസ് സർവേ,
അതിൻ്റെയൊക്കെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ആൻഡ് ഇറ്റ്സ് സെറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ ആ ഒരു സെറ്റിംഗ് ഡീറ്റെയിൽസൊക്കെ, ബിയറിംഗ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ, ലോക്കൽ അട്രാക്ഷൻ, മാഗ്നറ്റിക് ആൻഡ് ട്രൂ ബിയറിംഗ്, ഡീക്ലിനേഷൻ, അതെല്ലാം തന്നെ ആ ഒരു ടോപ്പിക്കിൽ, സർവേ എന്ന ടോപ്പിക്കിൽ കവറായിട്ട് വന്നിട്ടുണ്ട്. ദെൻ ലെവലിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് ലെവലിംഗ്, ദെൻ ഡംബി ലെവൽ, ഓട്ടോ ലെവൽ, ലെവലിംഗ് സ്റ്റാഫ്, ടൈപ്സ്, അതിൻ്റെ ഡേറ്റം ബെഞ്ച് മാർക്ക്, ഫോക്കസിങ്, പാരലാക്സ്, ഡിഡക്ഷൻ ഓഫ് റെഡ്യൂസ്ഡ് ലെവൽ, ടൈപ്പ് ഓഫ് ലെവലിംഗ്, കോളറിംഗ്, എല്ലാം ആ ഒരു ലെവലിങ്ങിന് വരുന്ന എല്ലാ ടോപ്പിക്കും അതിലും കവറായി വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് 10 മാർക്കാണ്, സർവേ ആൻഡ് ലെവലിങ്ങിൽ നിന്ന് 10 മാർക്കാണ് വരുന്നത്. ഓക്കെ, ഇതിനടുത്തത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആണ്, അതിലും 10 മാർക്കാണ് വരുന്നത്. സാധാരണ ചോദിക്കുന്നത് പോലെ ഡെഫിനിഷൻ ഓഫ് സ്ട്രെസ്, സ്ട്രെയിൻ, ഇലാസ്റ്റിസിറ്റി, ഹൂക്സ് ലോ. പിന്നെ ഇതൊരു ഫസ്റ്റ് ഗ്രേഡ് എക്സാം ആയതുകൊണ്ട് തന്നെ, ഫസ്റ്റ് ഗ്രേഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ചില റാങ്ക് മേക്കിംഗ് തരത്തിലോട്ട് പ്രതീക്ഷിക്കാവുന്ന തരത്തിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അപ്പോൾ പ്രോബ്ലംസിൻ്റെ കാര്യങ്ങളും ഫോർമുലാസ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അത് ഇപ്പോൾ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ആയാലും സർവേ ആയാലും എസ്റ്റിമേഷൻ എന്നായാലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ആ ഒരു സബ്ജക്റ്റ് ഡീറ്റെയിൽഡ് സിലബസിൽ വരുന്നത്. ഓക്കെ, ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സിൽ ഓർത്തോഗണൽ കമ്പോണൻസ് ഓഫ് ഫോഴ്സ്, പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസിബിലിറ്റി, കോമ്പോസിഷൻ, റിസൾട്ടൻ്റ്, അതെല്ലാം കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ, ദെൻ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ, പ്ലെയിൻ ഓഫ് ലാമിന ആൻഡ് സോളിഡ് ബോഡീസ്, ആ ഒരു കാര്യങ്ങൾ, ഫ്രിക്ഷൻ, അതെല്ലാം ഈ ഒരു എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ടോപ്പിക്കിൽ കവറായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, ഞാൻ നേരത്തെ പറയുന്നത് പോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിലും കൺസ്ട്രക്ഷനിലെന്നുമാണ് രണ്ടിൽ നിന്നും കൂടെ 30 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, ബാക്കി ബിൽഡിംഗ് ഡ്രോയിങ്, അതുപോലെ തന്നെ RCC, റോഡ്, ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഇറിഗേഷൻ, സർവേ, എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, ഇത്രയും സബ്ജക്റ്റിൽ നിന്ന് 10 മാർക്കിന് വീതം ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും സിലബസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമുക്ക് ഇനിയും പഠിച്ച് ഒരു ആവറേജ് ലെവലിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു 3 മാസം അടുപ്പിച്ച് സമയമുണ്ട്. സോ നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകാത്ത ടോപ്പിക്സ് അതൊന്ന് സ്വന്തമായിട്ട് മനസ്സിലാക്കി അതൊക്കെ കൂടുതൽ ടൈം ഇരുന്ന് പഠിച്ച് എക്സാം നല്ല രീതിയിൽ തന്നെ ക്രാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്കിനി ഇത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ ഒരു ജൂൺ 30 ഫസ്റ്റ് ഗ്രേഡ് എക്സാമുകളാണ് നടക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ഗ്രേഡ്, അതുപോലെ തന്നെ തേർഡ് ഗ്രേഡൊക്കെ എക്സാമുകൾ വരുന്നുണ്ട്. സോ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിക്കുക. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് ഉറപ്പായിട്ട് നോക്കണം. എന്നാൽ മാത്രമേ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുമ്പോഴും നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൻ്റെ മാത്രം ആൻസർ എഴുതി പോകാതെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഓപ്ഷനിലുള്ള 4 ഓപ്ഷനെയും പറ്റിയിട്ടുള്ള ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോട്ട്സ് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുകയോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ചെയ്യുക. ആ ഒരു രീതിയിലേക്ക് പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, എക്സാം ക്രാക്ക് ചെയ്യുക. താങ്ക് യു.